സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അണ്ടർ-19 ചാമ്പ്യൻഷിപ്പിനുള്ള സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇന്നായിരുന്നു അതിന്റെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നത്. ഇന്ത്യ ഗ്രൂപ്പ് ബിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം ഗ്രൂപ്പ് ബിയിൽ വരുന്ന മറ്റ് ടീമുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ഗ്രൂപ്പ് ബിയിലും, മാൽദീവ്സ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ടീമുകൾ ഗ്രൂപ്പ് എയിലുമാണ്. താരതമ്യേന ഇന്ത്യക്കെടുത്ത് പൊട്ടിക്കാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് ഗ്രൂപ്പ് ബിയിലുള്ളത്. അവിടെ ശ്രീലങ്കയുടെ ഒക്കെ സീനിയർ ടീം വേറെ ലെവലായിട്ട് വളർന്നു വരുന്നുണ്ട്. പക്ഷേ അണ്ടർ-19 ടീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ഈസിലി ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. മത്സരങ്ങളുടെ ആ ഒരു തീയതികൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 8 മുതൽ 18 വരെയുള്ള തീയതികളിലാണ്. ഇന്ത്യയും നേപ്പാളും ശ്രീലങ്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുറെ കാലമായിട്ട് സാഫിൽ ഇന്ത്യയുടെ ഒരു അനിഷേധ്യ മേധാവിത്വം നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം അതിന് ചില വെല്ലുവിളികളൊക്കെ ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. സോ സാഫിലും നല്ല കോമ്പറ്റീഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം ഫുട്ബോൾ വളരെ വേഗം വികസിക്കുന്നുണ്ട്. നമ്മളും ഇനിയൊരു മാറ്റത്തിന്റെ വേഗത്തിനൊപ്പം ഓടി എത്തിയില്ലെങ്കിൽ പണി പാളും.